CPM-ൽ വിഭാഗീയത അവസാനിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെറ്റ് തിരുത്തണമെന്ന കർശന നിർദ്ദേശവും നൽകി. ആവർത്തിച്ചാൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. CPM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതു ചർച്ചയിൽ മറുപടിയാണ് മുഖ്യമന്ത്രി ഇപ്രകാരം മുന്നറിയിപ്പിലൂടെ നൽകിയത്. കൂടാതെ അമിത ന്യൂനപക്ഷ പ്രീണനം പാർട്ടിക്ക് തിരിച്ചടിയായെന്ന് ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നിട്ടുമുണ്ട്. ദിസ്ന സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. ദിസ്ന, ഇത്തവണ കോഴിക്കോട് CPM ജില്ലാ സമ്മേളനത്തിൽ ഈ പ്രതിനിധികൾ ഉന്നയിച്ചത് പാർട്ടി നേതൃത്വത്തിന് എതിരെയുള്ള കർശനമായിട്ടുള്ള താക്കീത് പോലെയുള്ള ഈ മുന്നറിയിപ്പുകളും അതോടൊപ്പം തന്നെ വിമർശനങ്ങളുമാണ്. ഇതേ തുടർന്ന് മുഖ്യമന്ത്രി ഈ ദിവസങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നുവെങ്കിലും ഇപ്പോൾ വിഭാഗീയത ഉണ്ട് എന്ന് ഒരു ഘട്ടത്തിൽ തുറന്ന് സമ്മതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അതേപ്രകാരമുണ്ടായി. മറ്റ് വിവരങ്ങൾ കൂടി. തീർച്ചയായും അനു, പൊതുപരിപാടിക്ക് ശേഷമുള്ള ചർച്ചയിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ CPM-ൽ വിഭാഗീയതയുണ്ട് എന്ന് തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും അത്തരത്തിലുള്ള വിഭാഗീയത പ്രവർത്തകർക്കിടയിൽ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി മേലിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിരിക്കുന്നത് എന്ന് തന്നെയാണ് വടകര ജില്ലാ സമ്മേളനത്തിലെ പൊതുപരിപാടിയിലെ ചർച്ചയ്ക്കിടയിലാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം ഉണ്ടായത് എന്ന് തന്നെയാണ് നിലവിൽ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ന്യൂനപക്ഷങ്ങളെ കൂടുതൽ പരിഗണിച്ചത് ഭൂരിപക്ഷ വിഭാഗങ്ങൾ ിടയിൽ നിന്നുള്ള വോട്ടിന്റെ വിഹിതം കുറയ്ക്കുന്നതിന് കാരണമായി എന്നൊരു കാര്യവും എടുത്ത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ ആളുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു, അല്ലെങ്കിൽ പ്രതിനിധികൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ യാതൊരു തരത്തിലുള്ള പാളിച്ചകളും ഉണ്ടായിട്ടില്ല, അതൊക്കെ സംസാരിക്കേണ്ട കാര്യമില്ല എന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും CPM-ലെ വിഭാഗീയത മറച്ചുവെക്കാതെ മുഖ്യമന്ത്രി തന്നെ തുറന്നടിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. കൂടാതെ ഈ LDF കൺവീനറായി EP ജയരാജന്റെ ചില നിലപാടുകൾ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. EP-യോട് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞിട്ടുള്ളത്. കൂടാതെ മെക്സവനുമായി ബന്ധപ്പെട്ട P മോഹനന്റെ പ്രതികരണമൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ പാർട്ടി സമ്മേളനത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്നത് തന്നെയാണ്. എന്നാൽ അതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നതും ഏറെ സവിശേഷമാണ്. നമുക്കറിയാം മെക്സവനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം തന്നെയാണ് P മോഹനൻ ഉയർത്തിയത്. പിന്നീട് നിലപാട് തിരുത്തി പറയുന്ന ഒരു സംഭവവും നമ്മൾ കണ്ടതാണ്. എന്നാൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നിലപാടിൽ മാറ്റം ഉണ്ടായത് എന്ന് തന്നെയാണ് നമുക്ക് വളരെ വ്യക്തമായി അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഈ കാര്യത്തിലൊന്നും തന്നെ മുഖ്യമന്ത്രി മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ജില്ലാ സമ്മേളനം അവസാനിപ്പിക്കുമ്പോഴും CPM-ൽ വിഭാഗീയതയുണ്ട് എന്ന് തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ അത് എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇനി മേലാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവർത്തിക്കരുത് എന്നൊരു കർശന നിർദ്ദേശവും നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് അനു. പുതിയ സെക്രട്ടറിയെ പരിഗണിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളുണ്ടോ ദിസ്ന? അങ്ങനെ വല്ലതും ഈ ജില്ലാ സമാപനത്തിനൊടുവിൽ നമ്മൾ അറിയേണ്ടി വരുമോ? കാരണം P മോഹനൻ ഉയർത്തി ഇപ്പോൾ ദിസ്ന തന്നെ ചൂണ്ടിക്കാട്ടിയ മെക്സവനെ കുറിച്ചുള്ള പരാമർശമൊക്കെ പാർട്ടിയെ കടുത്ത അതൃപ്തിയിലേക്ക് വലിച്ചിഴക്കുന്നത് കണ്ടതാണ്. ഇത് മോഹനന് പിന്നീട് തിരുത്തേണ്ടി വന്നതും നമ്മൾ കണ്ടതാണ്. തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ മെക്സവൻ ഏറെ ചർച്ചാ വിഷയമായതാണ്. പ്രധാനമായും P മോഹനൻ ഉൾപ്പെടെയുള്ള ആളുകൾ മെക്സവനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് നിലനിൽപ്പിന് വേണ്ടി നിലപാട് തിരുത്തി പറയുന്ന ഒരു സംഭവം നമ്മൾ വളരെ വ്യക്തമായി കണ്ടതാണ്. എന്തായാലും ഇന്ന് പുതിയ ആളെ നിയമിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിന്റെ ആകാംക്ഷയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെയാണ് നമുക്ക് ഉയർന്നു വരുന്ന പേരുകൾ എന്ന് പറയുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KK ദിനേശിനെയും മെഹബൂബ്, മുൻ MLA പ്രദീപ് കുമാർ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ KK ലതികയുടെ പേരും ചില യുവ നേതാക്കളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു എന്നൊരു കാര്യവും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഉച്ചയ്ക്ക് ഈ സമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ പുതിയ നേതൃത്വത്തെ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും P മോഹനൻ 3 ടൈം പ്രവർത്തനം പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ മെക്സവൻ വിവാദത്തിൽ പ്രത്യക്ഷമായ ഒരു നിലപാട് P മോഹനന്റെ നമ്മൾ കണ്ടതാണ്. ഒരു പൊതുവേദിയിൽ വെച്ച് തന്റെ അഭിപ്രായം വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് തന്റെ നിലനിൽപ്പിന് വേണ്ടി നിലപാട് മാറ്റി പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്നതും ഏറെ ചർച്ചാ വിഷയമായി വരുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം ഈ പൊതുസമ്മേളനത്തിലടക്കം ഈ മെക്സവനുമായി ബന്ധപ്പെട്ട് P മോഹനൻ നടത്തിയ പ്രതികരണത്തെ സംബന്ധിച്ചൊക്കെ വളരെ വലിയ രീതിയിൽ ആരോപണം ഉയർന്ന സാഹചര്യത്തിലും മുഖ്യമന്ത്രി മെക്സവനുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള മറുപടിയും പറയാൻ തയ്യാറാണ്
തയ്യാറായിട്ടില്ല. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് ഇതെന്ന് വളരെ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും. എന്തായാലും CPM-ൽ വിഭാഗീയതയുണ്ട് എന്ന് തന്നെ അങ്ങനെയെങ്കിൽ ഈ മലബാറിലെ അമിത ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയായി എന്ന പ്രതിനിധികളുടെ വിലയിരുത്തൽ അത് സംസ്ഥാന നേതൃത്വത്തിന് എതിരെയുള്ള തുറന്നു പറച്ചിലായി വായിക്കേണ്ടി വരുമോ? തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ സാധിക്കും. അതായത് ഈ വോട്ടിനു വേണ്ടി ന്യൂനപക്ഷങ്ങളെ കൂടുതൽ പ്രീണനം ചെയ്തു, അത് ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് കുറയ്ക്കുവാൻ അല്ലെങ്കിൽ വോട്ട് വിഹിതം കുറയ്ക്കുവാൻ വളരെയധികം കാരണമായി എന്നൊരു കാര്യം തന്നെയാണ് ഈ സമ്മേളന വേദിയിൽ പ്രധാനമായും ഉയർന്നു വന്നത്. കൂടാതെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ PSC വിവാദവുമായി ബന്ധപ്പെട്ട് CPM-ന്റെ നിലപാടൊക്കെ തന്നെയും ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു. മാത്രമല്ല തിരുവമ്പാടി MLA സംരക്ഷിക്കുന്ന ഒരു നിലപാട് എടുത്തിരുന്നു. അതൊക്കെ തന്നെയും വളരെയധികം ചർച്ച ചെയ്തു. കൂടാതെ തന്നെ ഈ പെൻഷൻ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ തന്നെയും പാർട്ടിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കി എന്ന് തന്നെയാണ് ഈ വടകരയിൽ നടന്ന സമ്മേളനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് നടത്തിയ പദ്ധതികളൊക്കെ തന്നെയും പാളി എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ഈ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വരുന്നത്. കൂടാതെ തന്നെ പാർട്ടിക്കിടയിൽ തന്നെ വലിയൊരു വിഭാഗീയതയുണ്ട്. കൂടാതെ തന്നെ ഈ ദിവ്യയുടെ പ്രശ്നമൊക്കെ വലിയ രീതിയിൽ ഈ സമ്മേളന വേദിയിൽ ഉയർത്തി കാണിച്ചെങ്കിലും അതിലൊന്നും തന്നെ മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ അനു സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി തുറന്നടിച്ചിരിക്കുകയാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള വിഭാഗീയത നടക്കുന്നു, കർശനമായ നിർദ്ദേശവും അല്ലെങ്കിൽ താക്കീതും നൽകിയിരിക്കുന്നു. ഇനി മേലാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ പാടില്ല, ഇത് വോട്ട് വിഹിതം കുറയ്ക്കുന്നതിന് കാരണമാകുന്നു, ന്യൂനപക്ഷങ്ങളുടെ പ്രീണനമടക്കം ഭൂരിപക്ഷ വിഭാഗങ്ങളിൽ വോട്ട് വിഹിതം കുറയ്ക്കുവാൻ കാരണമായിട്ടുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയവുമായി ചില പരാമർശങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അത്തരം കാര്യങ്ങൾക്കൊന്നും തന്നെ മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നൊരു കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഈ പൊതുപരിപാടിയിലെ ചർച്ചയാണ്. കൂടാതെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ശൈലിയെ പറ്റിയും വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്ന് തന്നെയാണ് ഈ ജില്ലാ സമ്മേളനത്തിൽ എടുത്തു പറയേണ്ട കാര്യം. അനു, ശരി ദിസ്ന.